പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന ഏക മൃഗം മനുഷ്യനാണ്. മനുഷ്യനുള്ള അത്ര സൂക്കേടുകൾ ഇന്നും മൃഗങ്ങൾക്കില്ല. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ സൂക്കേട്. ഏത് ആസ്പത്രിയിൽ പോയി നോക്കൂ. അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാൻ ചില സംഭവം അരിയൊന്നും കുക്ക് ചെയ്യാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പഞ്ചസാര ഉപേക്ഷിക്കുക, യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ ഡയറ്റ്, അതെങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ക്രോണിക് ഇൻഫ്ലമേഷൻ, നമ്മൾ ഇന്നിപ്പോൾ ചികിത്സയില്ല എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അൾഷീമിയസ്, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾക്ക് അവർ പറയുന്നത് വൺ ഓഫ് ദി കോസസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. എന്തോ ഒരു ചെറിയൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്, ബ്രൗണിങ്, ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബ്രൗണിങ് വരുന്ന സംഭവങ്ങൾ മുഴുവൻ ഏത് മൃഗത്തിനെയും കൊന്നു കഴിഞ്ഞാൽ അത് ശവമാണില്ലേ. ശവം മസാല കൂട്ടിയിട്ട് ഉപ്പ് കൂട്ടിയിട്ട് സ്വാദ് കൂട്ടി കഴിക്കുന്ന ഏക മൃഗം മനുഷ്യനാണ്. അപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡ് എസെൻഷ്യലാന്നുള്ളതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ B12 ത്രൂ ഔട്ട് അദ്ദേഹം ക്രിയയോഗ പ്രാക്ടീസ് ചെയ്തിരുന്നു. ത്രൂ ഔട്ട് ലൈഫ്. ഞാൻ എൻ്റെ അറിവ് വെച്ച് ആ കാലം തൊട്ടിട്ട് അച്ഛൻ ചെയ്തിരുന്നു. സാർ, ഈ യോഗയിൽ വരുന്ന മറ്റൊരു വിഷയമാണ്, ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ദിനചര്യ തന്നെയാണ്. അതിൽ വരുന്നൊരു കാര്യം നമ്മുടെ ആഹാര ക്രമീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ്. ഇത്തരത്തിൽ ഒരാൾ എങ്ങനെയാണ് ഡയറ്റ് ചെയ്യേണ്ടത്? ഇന്നത്തെ കാലത്തെ ഡയറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഷുഗർ കട്ട് എന്ന് പറയുന്നൊരു കാര്യമാണ്, പഞ്ചസാര ഉപേക്ഷിക്കുക. യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ ഡയറ്റ്, അതെങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മൾ എന്ത് തന്നെ യോഗയോ അല്ലെങ്കിൽ എന്ത് ഫിസിക്കൽ കൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഭക്ഷണം ശരിയല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടില്ല. കുറച്ചൊക്കെ ഗുണം കിട്ടും, തീരെ ഗുണം കിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഭക്ഷണത്തിലും കൂടി കുറച്ചൊരു റെഗുലേഷൻ വരുത്തിയെങ്കിൽ നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണോ നമ്മൾ എന്ത് ഫിസിക്കൽ എക്സസൈസ് ആയാലും ശരി, യോഗാസനങ്ങളായാലും ശരി, പ്രാണായാമങ്ങളായാലും ശരി, മന്ത്രങ്ങളായാലും വാട്ട് എവർ ഇറ്റ് ഈസ്. സോ യോഗശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കാര്യമായിട്ടുള്ളൊരു റോളുണ്ട് നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന്. അതുകൊണ്ടാണ് യോഗ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, യു ആർ വാട്ട് യു ഈറ്റ്. എന്താണോ നിങ്ങൾ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ കഴിക്കണതാണ്. കാരണം നമ്മൾ ഈ ശരീരം ഉണ്ടായി വന്നത് ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഭക്ഷണത്തിൽ എന്താണോ ആ ക്വാളിറ്റി നമ്മളെ ശരീരത്തിലും കാണും, മനസ്സിലും കാണും. അത് ഉറപ്പാണ്. ഇത് ഇറ്റ്സ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. യു ആർ വാട്ട് യു ഈറ്റ്. ഇത് യോഗയിൽ കുറേ ടെനറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ യു ആർ വാട്ട് യു തിങ്ക്. ഇത് യോഗയിലെ വേറൊരു ടെനറ്റാണ്. നമ്മൾ എന്താണെന്ന് വിചാരിക്കാൻ അതാണ് നമ്മൾ. അത് അങ്ങനെയാണോ ചോദിച്ചാൽ അത് അങ്ങനെയാണ്, സത്യത. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കണം, നമ്മൾ സങ്കടപ്പെട്ട് വളരെ വിഷമിച്ച് നമ്മളിങ്ങനെ ഡിപ്രഷനിലേക്ക് പോകും. അതല്ല, നമ്മൾ കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് ഇരിക്കുകയാണെന്ന് നമ്മൾ തന്നെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് യു ആർ വാട്ട് യു തിങ്ക്. ഇത് യോഗയുടെ വേറെ ഇങ്ങനെ യോഗയിൽ കുറേ ടെനറ്റ്സ് പതുക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ അച്ചട്ടായിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് ഡയറ്റാണ്. ഈ ഡയറ്റിൻ്റെ പറയുമ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള 1-2 സംഗതികൾ പറയേണ്ടി വരും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന തരത്തിൽ ജീവിക്കുക, ഒരു വീടൊക്കെ കിട്ടി ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കൽ, ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഓൺ ആൻ ആവറേജ് ഒരു 600 to 1000 ജനറേഷൻസ് ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? വി വർ ഇൻ ദി ഫോറസ്റ്റ്, കാടുകളിലായിരുന്നു. കാടുകളിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? വി വർ ഹണ്ടർ ഗാദറേഴ്സ്. ഹണ്ട് ചെയ്തിട്ട് ഗ്യാദർ ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക ചെയ്തിരുന്നു. അന്ന് നമ്മൾ എന്താ കഴിച്ചിരുന്നത്? കാട്ടിലെ ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് റൂട്ട്സ്. ഓക്കെ, ജനറേഷൻസ് വി ഹാവ് ബീൻ. അന്നുണ്ടായിരുന്ന അതേ ശരീരം തന്നെയാണ് ഇന്നുള്ളത്. ശരീരഘടനയിൽ ഒരു അനാറ്റമിയിലോ ഫിസിയോളജിയിലോ ഒരു മാറ്റവും വന്നിട്ടില്ല. വി ആർ മെയിൻറ്റെയിനിങ് ദ ആൾമോസ്റ്റ് 600 to 1000 ജനറേഷൻസ് മുമ്പ് ഉണ്ടായിരുന്ന അതേമാതിരി തന്നെയാണ് നമ്മുടെയൊക്കെ അനാറ്റമിയും ഫിസിയോളജിയും. എന്ത് സംഭവിച്ചു? വെൻ വി സ്റ്റാർട്ടഡ് ലിവിങ് ആസ് എ കമ്മ്യൂണിറ്റി, വി സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ. സ്വന്തമായി ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ അഗ്രികൾച്ചർ തുടങ്ങി, കൃഷി തുടങ്ങി. ഈ കൃഷി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നാളികേരം നമ്മൾ തെങ്ങുന്ന് വലിച്ചില്ല, ഒരു നാളികേരം ഉണങ്ങി വീണു, അവിടെ കിടന്ന് മുളച്ച ഒരു തെങ്ങായി തേങ്ങ തരും. ഒരു മാങ്ങ നമ്മൾ പറിച്ചില്ലെങ്കിൽ മാങ്ങ ഉണ്ടായി മൂത്ത് പഴുത്ത് അവിടുന്ന് ഞെട്ടി അറിഞ്ഞ് വീണ് അവിടെ കിടന്ന് മുളച്ച് മാവുണ്ടായിട്ട് നമുക്ക് മാങ്ങ തരും. ഇപ്പം നമ്മളെ തൊടിയിലൊക്കെ കാണാൻ അങ്ങനെ പടുമുള മുളയ്ക്കുക എന്ന് പറയും, സ്വന്തമായിട്ട് മുളച്ച്. ഒരു പിടി നെല്ലെടുത്ത് നമ്മൾ മുറ്റത്ത് വെതറിയാൽ ഒരിക്കലും നമ്മൾക്ക് നെല്ലായിട്ട് എടുത്ത് കൃഷി ചെയ്തിട്ട് ഭക്ഷണമാക്കാനൊന്നും പറ്റില്ല, നടക്കില്ല. അത് ആ അഗ്രികൾച്ചർ അതിന് ചെയ്യാനുള്ള കുറേ സംഗതികൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ ഈൽഡ് കിട്ടുള്ളൂ നമുക്കല്ലേ. നമ്മളെ ഭക്ഷണത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യത്തെ പ്രശ്നം തുടങ്ങിയത് നമ്മൾ ഈ റൈസ് കഴിക്കാൻ തുടങ്ങിയാണ്. നമ്മൾ സ്റ്റേപ്പിൾ ഫുഡായിട്ട് റൈസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ റൈസ് വരും, വീറ്റ് വരും, ഈവൻ നമ്മളെ ഈ ചെറുധാന്യങ്ങളെല്ലാം വരും, എല്ലാ ധാന്യങ്ങളും അതിൽ വരും.
ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ റൈസ് ആൻഡ് വീറ്റ്, അതാണല്ലോ നമ്മളെ സ്റ്റേപ്പിൾ ഫുഡ്. ഇന്നിപ്പോൾ എനർജി ഫുഡ്, സ്റ്റേപ്പിൾ ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ റൈസും വീറ്റുമാണ്. ഇന്നിപ്പോൾ റൈസ് എന്തുകൊണ്ട് ഇത്ര പോപ്പുലറായിരിക്കുന്നു എന്ന് വെച്ചാൽ റേഷനിൽ 1 കിലോ അരിക്ക് 10 റുപ്യ 90 പൈസയേ ഉള്ളൂ. 1 കിലോ അരി എന്ന് പറഞ്ഞാൽ 1 ലിറ്ററും 200 ml ഉണ്ടാവും. 1200 ml നമ്മൾ കഞ്ഞി വെച്ചാൽ നമ്മളമാതിരി സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു 10-12 ആൾക്ക് കഴിക്കും. അപ്പോൾ ഒരാൾക്ക് ഒരു നേരം വയറ് ഫുള്ളാക്കാൻ വേണ്ടത് 1 റുപ്യ. ഇറ്റ് ഈസ് ഡേർട്ട് ചീപ്പ്, സോ ഇറ്റ് ഈസ് പോപ്പുലർ. ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെ ശേഷമാണ് അത്ര ഭാരതത്തിൽ ഇങ്ങനെ അരി കഴിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പേ നല്ലൊരു ശതമാനം ഭാരതീയർ കഴിച്ചിരുന്നത് അരിയല്ല, ചെറുധാന്യങ്ങളായിരുന്നു. ഫോർ എക്സാമ്പിൾ ചാമ, തീന, മുത്താറി, ബ്രൗൺ ടോപ്പ്, കുതിരവാലി, ഇങ്ങനെയുള്ള ഒരു 10-12 വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് ചെറുധാന്യങ്ങളായിരുന്നു ഇതിൽ. അതാണ് നമ്മളെ ആദ്യത്തെ ഭക്ഷണത്തിലെ തെറ്റ്. നമ്മൾ ഈ ഹണ്ടർ ഗാദറേഴ്സ് നിന്ന് നമ്മൾ റൈസ് ഈറ്റേഴ്സ് അല്ലെങ്കിൽ വീറ്റ് ഈറ്റേഴ്സ് ആയി. ഇന്നിപ്പോൾ ഇന്ത്യയിൽ സ്വതവേ നമ്മൾ പറയും ഒരു കേരളത്തിൽ 20% ഡയബറ്റീസാണ്. അതിനിപ്പോൾ അടുത്ത 20 കൊല്ലമാകുമ്പോഴേക്കും 50% ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത്, കേരളത്തിനെക്കാട്ടും ഡയബറ്റീസ് ഉള്ളത് പഞ്ചാബിലാണ്. പറയുമ്പോൾ ഇവിടെ പ്രമേയ രോഗികളൊക്കെ പണ്ട് ചോറ് ഒഴിവാക്കി ഗോതമ്പ് കഴിച്ചിരുന്നു. ഇന്നിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഗോതമ്പ്, ഈവൻ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നുണ്ട്, ഈവൻ ഫോർ എ ഡയബറ്റിക് റൈസ് ഈസ് എ ബെറ്റർ ഓപ്ഷൻ ദാൻ വീറ്റ് എന്ന്. ഗോതമ്പിനേക്കാൾ നല്ലതാണ് അരി എന്നാണ് അവർ പറയണത്. കാരണം എന്താ വെച്ചാൽ 2 പ്രശ്നങ്ങളാണ് അവർ ഗോതമ്പിന് പറയണത്. ഗോതമ്പിൽ ഒരു ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. 10% ഓഫ് ദി പോപ്പുലേഷൻ ഈസ് അലർജിക് ടു ദറ്റ്, നമ്പർ 1. സെക്കൻഡ്ലി, വീറ്റ് കണ്ടെയ്ൻസ് അബൌട്ട് 600 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലർജൻസ്. ചില അലർജി ഉണ്ടാക്കുന്ന 600ഓളം സാധനങ്ങൾ അതിലിടുക. ഏതെങ്കിലും ഒന്നിനാണോ അലർജി ഉണ്ടായ പോലെ. മാത്രമല്ല, നമ്മുടെ വേറൊരു കാഴ്ചപ്പാട് കൂടെ നോക്കുമ്പോൾ ഓരോ പ്രദേശത്തെ ജനങ്ങൾക്കും വേണ്ടത് അതാത് പ്രദേശത്ത് ദൈവം കൊടുത്തിട്ടുണ്ടെന്നൊരു ചൊല്ലുണ്ട്. സ്വതേ നമ്മുടെ നാട്ടിലൊക്കെ പറയും. അതെ, നമ്മുടെ നാട്ടിൽ ഇവിടെ എവിടെയും ഗോതമ്പ് ഉണ്ടാവില്ല, ഇവിടെ നമുക്ക് അരിയാണ് ഉണ്ടാവുന്നത്. പിന്നെ അരി ഇത്ര പോപ്പുലർ ആണ് വേറെ ചില പൊളിറ്റിക്കൽ റീസൺസ് പറയുന്നുണ്ട്. പോട്ടെ, അങ്ങോട്ട് നമുക്ക് കടക്കണ്ട. എനിക്കാവും അപ്പോൾ നമുക്ക് ഡയറ്റിൽ എന്താണ് ഈ അരി കഴിച്ചാൽ അല്ലെങ്കിൽ ധാന്യം കഴിച്ചാലുള്ള കുഴപ്പം വെച്ചാൽ നമുക്ക് അരിനെ എടുക്കാം. ഗോതമ്പ് ഡിറ്റോ ആണ് കേട്ടോ. ഇത് കഴിച്ച് വിത്തിൻ ഹാഫ് ആൻ അവർ, അത് പ്രത്യേകിച്ച് ഈ വെള്ള അരി ഈസ് എ പോയ്സൺ എന്നാണ് പറയുന്നത്. തവിട് കളഞ്ഞിട്ടുണ്ട്, വെളുത്ത അരി, പൊന്നിമാരുള്ള അരികൾ കഴിച്ചിട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ ദറ്റ് കോസസ് എ സ്പൈക്ക് ഇൻ ദി ബ്ലഡ് ഗ്ലൂക്കോസ്. നമ്മൾ വാട്ട് എവർ കാർബോഹൈഡ്രേറ്റ്, അന്നജം നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഫോമിലാണ് എത്തുന്നത്. എത്ര ശതമാനം അത് ഗ്ലൂക്കോസായിട്ട് എത്തുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നിർണ്ണയിക്കുന്നത്. അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ് വൈറ്റ് റൈസ്. അതിന് 75% പറയുന്നത്. നമ്മൾ പാലക്കാടൻ മട്ടമായിട്ടുള്ള തവിടുള്ള സെമി തവിടുള്ള അരികൾ അത് ഒരു 69-70% GI ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഈ റൈസ്, വൈറ്റ് റൈസൊക്കെ കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ ദർ ബി എ സ്പൈക്ക്. നമ്മൾ ബ്ലഡ് ഷുഗറിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്പൈക്ക് ഉണ്ടാവും. ഒരു പെട്ടെന്ന് മേലോട്ട് കയറിയിട്ട് പിന്നെയാണ് പതുക്കെ താഴെ. ഈ സ്പൈക്ക് വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡിൽ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ ഉണ്ടാവണം. ഏജ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ വയസ്സാണ് പറയുക, ആ വയസ്സല്ല. AGE എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ഗ്ലൈസിനേറ്റഡ് എൻഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവുക. അങ്ങനെ ഒരു കെമിക്കൽ. ആ കെമിക്കൽ നമ്മളെ ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾസായിട്ട് ജോയിൻ ചെയ്തിട്ടത് ഒരുപാട് പ്രശ്നങ്ങൾ. കാര്യമായിട്ടൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ സെറ്റിൻ ചെയ്യുക. ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മൾ ഇന്നിപ്പോൾ ചികിത്സയില്ല എന്ന് പറയുന്ന ഒരുപാട് അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അൾഷീമിയസ്, ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾക്ക് അവർ പറയുന്നത് വൺ ഓഫ് ദി കോസ് ഈസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. എന്തോ ഒരു ചെറിയൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ശരീരത്തിൽ സെറ്റിൻ ചെയ്യാറ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അടക്കം ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ സ്പൈക്ക് ഉണ്ടാകുന്നതാണ് പ്രശ്നം. അവിടെയാണ് നമുക്ക് ഈ സ്പൈക്ക് ഇല്ലാണ്ടിരിക്കാൻ ഇന്ന് നമുക്ക് ഈസിയസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഗോ ഫോർ മില്ലറ്റ്സ്. മില്ലറ്റ് ഈസ് ഓൾസോ കാർബോഹൈഡ്രേറ്റ്. അതും അന്നജം തന്നെയാണ്. അരിയുടെ മാതിരി തന്നെ, ഗോതമ്പിൻ്റെ മാതിരി തന്നെ അന്നജമാണ് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ അരിനെ പറ്റി പറഞ്ഞു വിത്തിൻ ഹാഫ് ആൻ അവർ ദർ ഈസ് എ ബ്ലഡിൽ ഒരു സ്പൈക്ക് ഉണ്ടാവുന്നു. ബട്ട് മില്ലറ്റ് ഈസ് സ്ലോ കാർബ്. മില്ലറ്റിൽ ഒരിക്കലും ഈ സ്പൈക്ക് ഉണ്ടാവില്ല, ബിക്കോസ് സ്ലോ അബ്സോർപ്ഷൻ. ഇതെന്താ വെച്ചാൽ പതുക്കെ അബ്സോർബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ഗുണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഈസി സാസിയേഷൻ. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഒരു 100 ml അരി കഴിക്കുന്ന ഒരാൾക്ക് 75 ml ഈ ചെറുധാന്യങ്ങൾ മതിയാവും. തിനയായാലും ചാമയായാലും ശരി. ചാമരിയിലാണ് ഞങ്ങൾ കൂടുതൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. 100 അരി എടുക്കുന്ന സ്ഥാനത്ത് 75 ml ചാമ ഉണ്ടാവും. പക്ഷേ ഈ ചാമ നമ്മൾ കഴിക്കുന്ന സമയത്ത് 8 മണിക്കൂർ അത് വെള്ളത്തിൽ പുറത്തിടണം. കാരണം അതിൽ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അത് പോകണമെങ്കിൽ 8 മണിക്കൂർ പൂർത്തിയിട്ട് കഴുകിയിട്ട് അത് വെക്കാൻ പാടുള്ളൂ. ഇത് മാത്രമേ ശ്രദ്ധിക്കേണ്ട അരിയായിട്ട്. പിന്നെ
അഡ്വാൻറ്റേജസ് ഈ ചെറുധാന്യങ്ങളെ പറ്റി പറയുകയെന്ന് വെച്ചാൽ 2 സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൾമോസ്റ്റ് എല്ലാ ചെറുധാന്യം ചാമയിലൊക്കെ ഉണ്ടത്. ഇറ്റ് കണ്ടെയ്ൻസ് 10 to 12% പ്രോട്ടീൻ. നേരെ മറിച്ച് അരിയിൽ ഒരു 5 to 6% മേലെ കാണൂല. പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും വലിയ ഗുണം പറയുന്നത് എന്താ വെച്ചാൽ ചാമയിൽ 10 to 12% ഫൈബർ ഉണ്ട്. ഈ ഫൈബറിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ നമ്മളുടെ ആരോഗ്യത്തിന്, ശാരീരിക ആരോഗ്യത്തിന് ഫൈബർ ആവശ്യമില്ല. അത് അബ്സോർബ് ചെയ്യുന്നുമില്ല. ഫൈബറിൽ നിന്ന് ന്യൂട്രീഷൻ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നമ്മളെ കുടലിലുള്ള ബാക്ടീരിയ ഉണ്ട്, ഗട്ട് ബയോഡോം എന്ന് പറയും. ഗട്ടിലുള്ള ബാക്ടീരിയ നമ്മളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡിപ്പെൻഡ്സ് എ ലോട്ട് ഓൺ അവർ ഗട്ട് ബയോഡോം. ഈ ഗട്ടിലുള്ള ബാക്ടീരിയൻ്റെ ആരോഗ്യത്തിന് ഫൈബറാണ് വേണ്ടത്. അത് നമ്മൾ കഴിക്കുന്ന ചോറും കറിയൊന്നും അതിന് വേണ്ട. വാട്ട് ദേ റിക്വയർ ഈസ് ഫൈബർ. ഫൈബർ ആണ് ഈ ബാക്ടീരിയകളുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. ദാറ്റ് ഈസ് വൈ ഫൈബർ ഈസ് കോൾഡ് പ്രീബയോട്ടിക്. ഈ ഫൈബർ വേണ്ടത്ര ഈ ബാക്ടീരിയക്ക് കിട്ടിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയോ? നമ്മളെ ഇൻറ്റസ്റ്റൈനൽ വാള് ഇത് കരണ്ട് തിന്നാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പുറത്ത് എൻറ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ENS എന്ന് പറഞ്ഞിട്ടൊരു നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ഉണ്ട്. ആ നെർവ്സിലേക്ക് നമ്മളെ ഈ കണ്ടൻസ് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ശരിക്കും അതിൻ്റെ ജ്യൂസ് മാത്രമേ വില്ലി വഴി അബ്സോർബ് ചെയ്തിട്ട് പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ പാടുള്ളൂ. പക്ഷേ ഈ ഇൻറ്റസ്റ്റൈനൽ ഇതിൽ കിഴുത്തകളുണ്ടായിട്ട് അതുവഴി ഇൻറ്റസ്റ്റൈനൽ കണ്ടൻസ് പുറത്ത് വരും. ഈ എൻറ്ററിക് നെർവസ് സിസ്റ്റത്തിലേക്ക് അത് എത്തും. ആൻഡ് ദറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി വേഗസ് നെർവ്. തലച്ചോറിൽ നിന്ന് നമുക്ക് ഒരു 12 ക്രേനിയൽ നെർവ്സ് ഇറങ്ങി വരുന്നുണ്ട്. അതിൽ 10ാമത്തെ നെർവാണ് ഈ വേഗസ് നെർവ്. അത് ശരീരം മുഴുവൻ ഓടി നടക്കുന്നതുകൊണ്ടാണ് അതിനെ വേഗസ് എന്ന് പറയാൻ കാരണം. ഈ വേഗസ് നെർവ് വഴി ഈവൻ ദറ്റ് അതിൻ്റെ റീച്ച് ബ്രെയിനിലേക്ക് വരികയാണ് അത്ര. അതുകൊണ്ടാണ് നമ്മളെ ഗട്ട് ബാക്ടീരിയൻ്റെ ആരോഗ്യം അനുസരിച്ച് ലീക്കി ഗട്ട് എന്നാണ് അതിന് പറയുക. ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നമ്മൾ ഭക്ഷണത്തിൽ വേണ്ടത്ര ഫൈബർ ഇല്ലെങ്കിൽ. ഇതൊക്കെ പലതരത്തിലുള്ള ക്രോണിക് ഡിസീസസിൻ്റെ പുറത്തു വരാം. നമുക്ക് ഇതാണ് കാരണം തന്നെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡാണ്. ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? സാർ, ഈ ഫാസ്റ്റ് ഫുഡ് 2-3 പ്രശ്നങ്ങളാണ് അതിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് സോൾട്ട്. സെക്കൻഡ്ലി, ഇറ്റ് കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഓയിൽ. ആ ഓയിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാർസിനോജനിക് ഹൈഡ്രോ കാർബൺസ് മാതിരിയുള്ളത് ഫോം ചെയ്യാനുള്ള കാര്യം. പിന്നെ ഈ ബ്രൗണി, ഇതൊക്കെ മൊരിച്ചൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഈ ബ്രൗണിങ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബ്രൗണിങ് വരുന്ന സംഭവങ്ങൾ മുഴുവൻ നമ്മൾ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെയാണ് ഇന്നത്തെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് മന്തി, ബിരിയാണി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മന്തിയാണ് ഇന്ന് കൂടുതലും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയം. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ കട്ടിന്? അല്ലെങ്കിൽ വീക്കിലി വൺസ് കഴിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം കഴിച്ചുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക്. പക്ഷേ ഈ നിത്യേന ഇതാണ് കഴിക്കുന്നത് വെച്ചാൽ കാരണം നമുക്കൊന്നും ആലോചിച്ചാൽ മനസ്സിലാവും. മനുഷ്യൻ ഈ തരത്തിൽ ഭക്ഷണം കഴിക്കാൻ പ്രകൃതി ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, അരി ഭക്ഷണം ഉണ്ടായത് കഴിക്കാൻ തുടങ്ങിയതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അത് ഞാൻ ഒരു പ്രശ്നം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുക്ക്ഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതാണ് അടുത്ത പ്രശ്നം. പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന ഏക മൃഗം മനുഷ്യനാണ്. മനുഷ്യനുള്ള അത്ര സൂക്കേടുകൾ ഇന്നും മൃഗങ്ങൾക്കില്ല. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ സൂക്കേട്. ഏത് ആസ്പത്രിയിൽ പോയി നോക്കൂ. അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാൻ ചില സംഭവം അരിയൊന്നും കുക്ക് ചെയ്യാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പച്ച അരി തിന്നാൻ പറ്റില്ലല്ലോ. പക്ഷെ കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ട് കാട്ടിൽ നടന്നിരുന്ന സമയത്ത് കുക്ക് ചെയ്തിട്ടല്ല അവർ കഴിച്ചിരുന്നത്. അല്ല, ഈ റോ മീറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് അതൊക്കെ കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കണം. മീറ്റും മനുഷ്യൻ കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ മീറ്റ് കഴിക്കുന്നതൊക്കെ ഈ ഏത് മൃഗത്തിനെയും കൊന്നു കഴിഞ്ഞാൽ അത് ശവമാണില്ലേ സാറേ? ഈ ശവം മസാല കൂട്ടി കഴിക്കുന്ന ഏക മൃഗം മനുഷ്യനാണ്. വേറെ നോ അനിമൽ ഈസ് ഡൂയിങ് ഇറ്റ്. റോ ആയിട്ടുള്ള മാംസം കഴിക്കുന്ന മൃഗങ്ങളുണ്ട്. ശരി, ഈ ഡെഡ് ഫ്ലഷ് അതിനെ നമ്മൾ ശവം എന്നാണ് പറയുന്നത്. ശവം മസാല കൂട്ടിയിട്ട് ഉപ്പ് കൂട്ടിയിട്ട് സ്വാദ് കൂട്ടി കഴിക്കുന്ന ഏക മൃഗം മനുഷ്യനാണ്. ദാറ്റ് ഈസ് നെവർ നേച്ചർ മനുഷ്യന് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ചിലർ പറയുന്നത് അങ്ങനെ ആഹാരം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മനുഷ്യൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ആയത് എന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം സാർ. ഇപ്പോൾ ആരോഗ്യമാണല്ലോ പ്രശ്നം. ഇത്ര ആരോഗ്യം ഉണ്ടാവുമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം. അതാണ് ഇപ്പോൾ സാറ് പറഞ്ഞത് എൻ്റെ പോയിന്റ്. സിമ്പിളായിട്ടുള്ള എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇന്ന് ഏറ്റവും വലിപ്പമുള്ളതും ഏറ്റവും ആരോഗ്യമുള്ളതും ഏറ്റവും ബുദ്ധികൂർപ്പതയുള്ളതും ഉള്ള മൃഗേത? ആന. ആന ഈസ് എ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ. ഒരു ആനയും ഒരു ചിക്കനും മട്ടനും ബീഫും ഒന്നും കഴിക്കില്ല സാർ. അത് ഈ പട്ടയും പുല്ലൊക്കെയാണ് തിന്നുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദി സ്ട്രോങ്ങസ്റ്റ്, വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആനിമൽസ്. ആൻഡ് ഇൻ്റലിജൻസ് ഓൾസോ. എലിഫൻറ്റ് ഈസ് വെരി ഇൻ്റലിജൻറ്റ്. ഇല്ലേ? മനസ്സിലാ പക അടക്കം കൊണ്ടു നടക്കാനുള്ള അപാര കഴിവുള്ള വെച്ചാൽ പക എന്ന് പറഞ്ഞാൽ പക ഒരാൾ എന്തെങ്കിലും ദ്രോഹിച്ചാൽ പക മനസ്സ് കൊണ്ടു നടക്കുന്ന പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദ മെമ്മറി ഈസ് സോ ഷാർപ്പ്. അപ്പോൾ ഇത് നിലനിർത്താൻ മാംസാഹാരം കഴിക്കണം. പിന്നെ മാത്രമല്ല
മാംസാഹാരം കഴിക്കാത്ത കോടിക്കണക്കിന് ആൾക്കാർ ഭാരതത്തിലുണ്ട്. ഷാർപ്പ് മൈൻഡുള്ളവർ 5, 6, 7, 8 വയസ്സിൽ പഠിച്ച വേദങ്ങളൊക്കെ 95, 100ാമത്തെ വയസ്സിലും ഓർത്തെടുത്ത് ചൊല്ലുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ, ദേ ഹാവ് നെവർ ടേക്കൺ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇൻ ദെയർ ലൈഫ്. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് എസെൻഷ്യലാന്നുള്ളതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ B12. ഇപ്പോൾ B12 കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് തന്നെ വേണം. ഫെർമെൻറ്റഡ് ഫുഡിലൊക്കെ B12 ഉണ്ട് കുറേശ്ശെ, മറ്റേതിലുള്ള അത്ര ഇല്ല എന്ന് മാത്രം. പിന്നെ എന്ന് വെച്ചാൽ പ്രായമാവുന്ന സമയത്ത് നമ്മളെ ഈ ഇൻട്രിൻസിക് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറ്റേ ഗാസ്ട്രിക് ജ്യൂസിൻ്റെ എസിഡിറ്റി ഒക്കെ കുറയുന്ന സമയത്ത് സ്റ്റൊമക്കിൽ നിന്ന് അബ്സോർഷനൊക്കെ കുറച്ച് കുറവായിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡ് എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് യോഗ കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ ഇതാണ്. ഹീ ലിവ്ഡ് അപ് ടു ഏജ് ഓഫ് 97. അദ്ദേഹം ആർമിയിലെ ഡോക്ടറായിരുന്നു. ആൻഡ് ഹി വാസ് പ്രാക്ടീസിങ് മെഡിസിൻ അപ് ടു ദ ഏജ് ഓഫ് 96. 96 വയസ്സ് വരെ അച്ഛൻ പേഷ്യൻസിനെ നോക്കിയിരുന്നു. ഹി വാസ് എ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ. നോട്ട് ഈവൻ യൂസ്ഡ് എഗ്സ് അടക്കം എൻ്റെ അച്ഛൻ കഴിക്കലില്ല. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് എസെൻഷ്യൽ. 97 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുന്നു, 96 വയസ്സ് വരെ മെഡിക്കൽ പ്രൊഫഷൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഹിസ് മൈൻഡ് ഈസ് ഷാർപ്പ്. അതെ, ഫിസിക്കലി ഓൾസോ. അച്ഛന് ഒരു അസുഖവും അവസാനം വരെ ഉണ്ടായിട്ടില്ല. ഈവൻ ഓൺ ദി ഡേ ഓഫ് ഡെത്ത് സുഖമായിട്ട് 7 മണിക്ക് ഡൈനിങ് റൂമിൽ നടന്നു പോയി ഭക്ഷണം കഴിച്ച് നടന്ന് വന്ന് ഹാളിൽ ഇരുന്നിട്ട് ആൻഡ് ഈ ജസ്റ്റ് കൊളാപ്സ്. ഒരു വേദനയോ ഒരു ശ്വാസം മുട്ടലോ ഒന്നും അനുഭവിച്ചിട്ടില്ല. ത്രൂ ഔട്ട് അദ്ദേഹം ക്രിയയോഗ പ്രാക്ടീസ് ചെയ്തിരുന്നു. ത്രൂ ഔട്ട് ലൈഫ്. ഞാൻ എൻ്റെ അറിവ് വെച്ച് ആ കാലം തൊട്ടിട്ട് അച്ഛൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ സാധ്യമാണ്.